നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ആകുന്ന വ്യക്തിയാണോ? ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്തിട്ട് വരുമ്പോൾ വീണ്ടും അടുത്തൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം. ഇത് ഒരു ലൂപ്പ് പോലെ, ഒരു പാറ്റേൺ പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മരുഭൂമിയിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ മുന്നോട്ട് ഓരോ കാലും എടുത്തു വെക്കുമ്പോൾ ആ പൂഴി മണ്ണില് നിങ്ങളുടെ കാല് താഴ്ന്നു പോകും അല്ലെ? ഒരു കാല് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത കാല് താഴും, ആ കാല് എടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അടുത്ത കാല് താഴും. ഇങ്ങനെ നിങ്ങൾ പൊക്കോണ്ടിരിക്കും, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ വീണ്ടും സ്റ്റക്ക് ആയിട്ട് ആ ഒരു പാറ്റേണിനുള്ളിൽ, ആ ഒരു ലൂപ്പിനുള്ളിൽ നിങ്ങൾ കിടക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കാരണം അറിയാവോ? പല റീസണുകൾ ഇതിലുണ്ട്. പ്രധാനപ്പെട്ട ഒരു റീസൺ സ്കെയർസിറ്റി മൈൻഡ് സെറ്റ് ആണ്. അതായത് തന്റെ ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ പണം ദൗർലഭ്യമാകുമോ, ചുറ്റുപാടും പണം എനിക്ക് എന്നിലേക്ക് വരുമോ എന്നുള്ള ഒരു പേടി, ആ ഒരു പരിമിതപ്പെടുത്തുന്ന വിശ്വാസമോ അല്ലെങ്കിൽ ആ ദൗർലഭ്യമായിട്ടുള്ള ആ ഒരു മെന്റാലിറ്റിയോ ആണ് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്കെയർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും ആ ഒരു സമൃദ്ധിയുടെ മൈൻഡ് സെറ്റിലേക്ക് മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യണം. ആ ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ദൗർലഭ്യം എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നും എനിക്ക് സമൃദ്ധി ഉണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് സോൾവ് ചെയ്യേണ്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം എന്ന് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് കേട്ട് ആ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് നിങ്ങൾ എന്തുകൊണ്ട് മാറ്റണം എന്നറിയാമോ? കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. പകരം നിങ്ങൾ എന്താണോ അതാണ്, നിങ്ങൾ ആരാണോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതാണ് നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല അഫർമേഷൻസും പറയാം, വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, അതായത് സ്കെയർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും നിങ്ങൾ ഒരു സമൃദ്ധിയുടെ മൈൻഡ് സെറ്റിലേക്ക് മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമൃദ്ധി നേടിയെടുക്കുവാൻ പറ്റുകയില്ല. ഈ സ്കെയർസിറ്റി മൈൻഡ് സെറ്റ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് നമ്മൾ പല നെഗറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ പേരൻസ് ചിലപ്പോൾ പറഞ്ഞ ചില നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളാവാം, അവരിൽ നിന്ന് കിട്ടിയ ചില സ്കേഴ്സിറ്റി മെന്റാലിറ്റി ആവാം. അപ്പോൾ ആ ഒരു റൂട്ട് കോസ് നിങ്ങൾ കണ്ടെത്തി അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനെ ഹീൽ ചെയ്യണം. ഇന്ന് ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഹീൽ ചെയ്യാൻ ആവശ്യമായ ഒരു ഹോപ്പണ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവായ മാറ്റത്തെ പറ്റി കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയുക, ഐ എം സോറി. ആ ഇമോഷനെ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഇമോഷൻ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൗർലഭ്യം എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് ആലോചിക്കുക. ചിലപ്പോൾ അത് ബാല്യകാലത്ത് കേട്ട ചില നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളാവാം, നിങ്ങളുടെ പേരൻസിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ചില ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളാവാം. ഒരു കാര്യം വാങ്ങിച്ചാൽ അതിന് പൈസ കൊടുത്തതിന് ശേഷം ഞാൻ ഇത്രയും പൈസ കൊടുത്തുവല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരാകാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്നോടൊപ്പം ഇങ്ങനെ പറയാം. ആ ഇമോഷൻ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ഇങ്ങനെ പറയുക, ഐ ആം സോറി. ഇങ്ങനെയുള്ള ഇമോഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുന്നതിന് ഐ ആം സോറി. എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ ഒരു സ്കേഴ്സിറ്റി മെന്റാലിറ്റിയിലാണ് ഇതുവരെയും ജീവിച്ചത്. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ റെസ്പെക്ട് യു. ഐ ലവ് യു. ഇങ്ങനെ ഒരു 4 or 5 ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഇതിനുശേഷം നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയാം. ഞാൻ സമൃദ്ധിക്കും സമ്പത്തിനും അർഹതപ്പെട്ട വ്യക്തിയാണ്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് എന്നെ തേടിയെത്തുന്നു. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെയാണ് എപ്പോഴും ഇരിക്കുന്നത്. ഞാൻ സേഫ് ആണ്. ഞാൻ സന്തോഷത്തിനും സമാധാനത്തിനും അർഹതപ്പെട്ട വ്യക്തിയാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അതിനുശേഷം പതുക്കെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.